ഒരു മഴ നനയണം. ഇരുണ്ടു കൂടിയ കാർമേഘത്തിനോ അലറിക്കരഞ്ഞ ഇടിമിന്നലിനോ നിറക്കാനാകാത്തത്ര മഴ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് ഉറക്കെ പറയണം. മഴയത്ത് ബ്ലാങ്കറ്റൊക്കെ പൊതിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ ആ പൊതുപ്പൊക്കെ മാറ്റിയിട്ട് ഒന്നുവാ നമുക്കൊരു അടിപൊളി ജേർണൽ ചെയ്യാം. ആദ്യം ആ ബാക്ക്ഗ്രൗണ്ട് അങ്ങോട്ട് സെറ്റാക്കാം. ആസ് യൂഷ്വൽ ക്യാൻഡിൽ കത്തിക്കുന്നു, ഫേക്ക് ക്യാൻഡിൽ വെക്കുന്നു, ദാറ്റ്സ് ഓൾ. ആഹാ, ഇപ്പൊ ഒന്ന് നോക്കിയേ, എന്താ ഒരു ഭംഗിയില്ലേ. ബട്ട് നോക്കി നിൽക്കാനുള്ള സമയമല്ല, നമുക്ക് പരിപാടി തുടങ്ങാം. ഒരു കോസി കോഫി എസ്തറ്റിക് ഒക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഒരു ബ്രൗൺ കളർ തീമിൽ വരുന്ന എല്ലാ സംഭവങ്ങളും എൻ്റെ കയ്യിലുണ്ടായിരുന്നത് മൊത്തം ഞാൻ പെറുക്കിക്കൂട്ടി എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ച പോലത്തെ സ്റ്റിക്കേഴ്സ് ഒന്നും ഇതിലില്ല. സോ ആദ്യം നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി എടുക്കണം. ജേർണലിങ്ങും ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് പിൻട്രസ്റ്റ്. അതുമാത്രമല്ല കേട്ടോ, ഡ്രസ്സിങ് സ്റ്റൈലും അങ്ങനത്തെ കുറേ കാര്യത്തിന് നമുക്ക് പിൻട്രസ്റ്റ് യൂസ് ചെയ്യാം. മീൻസ് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സെർച്ച് ബാറിൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് സ്റ്റിക്കേഴ്സ് ആണോ വേണ്ടത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു കോസി ടൈപ്പ് സ്റ്റിക്കേഴ്സ് എന്നാണ് അടിച്ചു കൊടുത്തത്. അപ്പോൾ അതാ ഇതുപോലെ ബുക്സ്, കോഫീൻ്റെയാണ് മെയിനായിട്ട് വരുന്നത്. അങ്ങനത്തെ കുറേ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കോഫീൻ്റെ മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കോഫി സ്റ്റിക്കറിന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ കോഫി സ്റ്റിക്കേഴ്സ് വന്നു. ഇനി അതിൽ മുകളിൽ 3 ഡോട്ട് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഡൗൺലോഡ് ഇമേജ് ആക്കി നമ്മൾ ഫോട്ടോ ഗാലറിയിലോട്ട് വരും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഡ്രോ സ്കെച്ച് എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൽ ചെല്ലുക, ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് വേണ്ട ഫോട്ടോ അതുപോലെ സെലക്ട് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്രെയിമിലോട്ട് ആ ഒരു ഫോട്ടോ വരും. ഇനി ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ സൈസ് ഫിക്സ് ആക്കിയിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫോട്ടോ അനങ്ങത്തേ അല്ല. നോർമലി നമ്മൾ ഗാലറിയിൽ പോയിട്ട് ഫോട്ടോ എടുത്ത് നമ്മൾ വരയ്ക്കാൻ നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ആ ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറും. അപ്പോൾ നമുക്ക് കറക്റ്റ് വരയ്ക്കാൻ കഴിയില്ലല്ലോ. ആ ഒരു ഇതിന് സൊല്യൂഷനായിട്ടാണ് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത്. ഇതിവിടെ ലോക്കാക്കി കഴിഞ്ഞാൽ അങ്ങനെ നിന്നോളും. ഇനി എന്താ, റൂം ഇരുട്ടാക്കുക, ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ഫുള്ളാക്കുക, എന്നിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പേപ്പറിലോട്ട് നല്ല പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ട്രേസ് ചെയ്യാം. എടുത്ത് പെന്നിന് എന്തോ പ്രശ്നമുണ്ട്, പെണ്ണ് തെളിയുന്നേ ഇല്ല. അതാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നത്. പിന്നെ ജേർണൽ ചെയ്യാൻ മൂഡ് വന്നപ്പോഴേ ഞാൻ വിചാരിച്ച ഒരു സ്റ്റിക്കറായിരുന്നു നമ്മുടെ ലോഗോ സ്റ്റിക്കർ. അത് ഞാനും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി കളറിങ് പരിപാടിയാണല്ലോ. കളർ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഡോംസിൻ്റെ ബ്രഷ് പെന്നാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്കൊന്ന് സെർച്ച് ചെയ്താൽ തന്നെ അവൈലബിൾ ആണ്. ലിങ്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ, ഒരു കൺഫ്യൂഷനും വേണ്ട, അടിപൊളി ഐറ്റമാണ്. ആൻഡ് ഇതാണ് കേട്ടോ നമ്മൾ വരച്ചെടുത്ത പിക്ചേഴ്സ്. നമ്മുടെ ലോഗോ പിക്ചർ ഉണ്ട്, പിന്നെ ആ ഒരു ബുക്കിൻ്റെ സംഭവം, പിന്നെ 2 കോഫി കപ്പും. അങ്ങനെ ഞാൻ ആ 4 സ്റ്റിക്കേഴ്സും ചെറുതായിട്ടൊന്ന് കളർ ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. കളർ ചെയ്യുന്ന വീഡിയോ എവിടെയോ പോയി. ഇനി ഇതൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ സ്റ്റിക്കേഴ്സിന് ഒരു ഔട്ട്ലൈൻ കൊടുത്ത് കട്ട് ചെയ്താൽ ഒരു പ്രത്യേക ഭംഗി കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നോർമൽ അതിൻ്റെ ഔട്ട്ലൈൻ കൂടെ കട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു വൈറ്റ് പോർഷൻ വിട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സ്റ്റിക്കർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് പിന്നെ ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന പോലെ നമ്മൾ ചെയ്തെടുത്ത്. പിന്നെ ഈ ഒരു കപ്പ് ഓഫ് ടീ ഉണ്ട്, പിന്നെ ഈ ഒരു ബുക്സും. ഇപ്പോൾ ജേർണൽ ചെയ്യാനുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ബുക്ക് എടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് ജേർണൽ ചെയ്യാം. അപ്പോൾ ആദ്യം ഈ പേജിലോട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ നമ്മുടെ തീമിലോട്ട് മാച്ചായിട്ട് വരുന്ന ഇതുപോലൊരു പാറ്റേൺ പേപ്പർ ഉണ്ടായിരുന്നു. അതിലൊരു പീസ് എന്നോ എടുത്തോണ്ട് കറക്റ്റ് സൈസ് അല്ലല്ലോ. അപ്പോൾ ഞാനത് ആ ഒരു പേജിൻ്റെ സൈസൊക്കെ നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ. ഇനി എന്താ, 4 സൈഡിലും ഗ്ലൂ ആക്കണം, ഒട്ടിക്കണം. അപ്പോൾ ഗ്ലൂ ഞാൻ യൂസ് ചെയ്യുന്നത് പേപ്പർ ഗ്ലൂ ആണ്. ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഗ്ലൂ അടിപൊളിയാണ്. കാരണം കയ്യിലൊന്നും വൃത്തിയേടാവുകയൊന്നുമില്ല. അപ്പം എല്ലാ ഷോപ്പിലും ഇപ്പോൾ അവൈലബിൾ ആണ്. പേപ്പർ ഗ്ലൂ എന്ന് ചോദിച്ചാൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോണ്ടു. പിന്നെ നമ്മൾ ആ ഓവൽ ഷേപ്പിൽ ഉണ്ടാക്കിയ കോഫി സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് ഈ ഒരു സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊരു ഡ്രസ്സിൻ്റെ ടാഗാണ്. ഞാൻ ടാഗൊക്കെ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിലൊരു ബ്രൗൺ കളറിൽ കണ്ടപ്പോൾ ഒട്ടിച്ചതാണ്. അതും ഞാൻ ഈ ഗ്ലൂ ആക്കിയിട്ടാണ് ഒട്ടിച്ചത്. പക്ഷേ എനിക്ക് അത്ര വിശ്വാസം പോരാ, കാരണം അത്യാവശ്യം കട്ടിയുള്ള സാധനമാണല്ലോ. അപ്പോൾ ചിലപ്പോൾ പോരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് ഇതുപോലത്തെ ഗേളിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ബോയ്സിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സ്റ്റിക്കർ ഷീറ്റിൽ പ്രിൻ്റ് എടുത്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഗ്ലൂ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഞാനതൊന്ന് പീൽ ചെയ്തിട്ട് ഈ താഴത്തെ ഒരു ബ്രൗൺ പോർഷൻ വരുന്നുണ്ടല്ലോ, അതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതുപോലെ ബ്രൗൺ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്കിൽ എഴുതിയിട്ടുള്ള ഒരു കോട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിക്കുകയാണ്. ആക്ച്വലി അതും സ്റ്റിക്കർ ഷീറ്റ് തന്നെയാണ്, പക്ഷെ അത് പറിച്ചെടുക്കാൻ കിട്ടാത്ത ഒരു പ്രയാസം കൊണ്ട് ഞാൻ ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ ആ പെന്നുണ്ടല്ലോ, തെളിയുന്നില്ല എന്ന് പറഞ്ഞ പെന്നില്ലേ, അത് വെച്ചിട്ട് ഒരു കോസി കേൾന്ന് മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ആ ടാഗിൻ്റെ താഴെയായിട്ട്. അപ്പോൾ അത് കളറില്ലാത്തതുകൊണ്ട് ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്തിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്.
ശരിക്ക് ജെൽ പെന്ന് യൂസ് ചെയ്തിട്ട് എഴുതുമ്പോഴാണ് ഒരു പാകത്തെ കളർ ഉണ്ടാവുള്ളൂ. മാർക്കർ ആകുമ്പം നല്ല ഡാർക്ക് ആവും. പക്ഷേ എൻ്റെ ആ ജെൽ പെന്ന് തെളിയുന്നേ ഇല്ലായിരുന്നു. ഞാൻ കുറേ കൊട്ടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പണി തരുന്നതുകൊണ്ട് പിന്നെ മാർക്കർ തന്നെ യൂസ് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ അകത്ത് ബ്രൗൺ കൊടുക്കാൻ നോക്കിയതാണ്. പക്ഷേ ക്ഷമ തീരെ ഇല്ലാത്തതുകൊണ്ട് ബ്രൗണും ബ്ലാക്കും ഒക്കെ മിക്സ് ആയിട്ടൊരു കളറാണ് കിട്ടിയത്. നെക്സ്റ്റ് കോസി ഗേളിനെ കുറിച്ചിട്ട് കുറച്ച് എഴുതാൻ വേണ്ടി നോക്കുമ്പം ജെൽ പെൻ ഓൾറെഡി തെളിയുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ബ്ലാക്ക് പെൻ എൻ്റെ കയ്യിലുമില്ല. അപ്പോൾ ഒരു ബ്ലൂ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ബ്ലൂ മാച്ച് ആവാത്തതുകൊണ്ട് പിന്നെ ഞാൻ ആ പെന്ന് യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ എഴുതി തീർത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ബ്രൗൺ കളറിൻ്റെ 2 ഷെയ്ഡ് എടുത്തിട്ട് ഇങ്ങനെ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് എന്താ പറയുക, നിങ്ങൾ കണ്ടല്ലോ, അങ്ങനെ വരച്ചു. എന്നിട്ട് അതിൽ കുഞ്ഞു ഹാർട്ട് ജെൽ പെൻ യൂസ് ചെയ്തിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പേജ് അത്ര ചെയ്തിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് പേജിലോട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ പേപ്പറും കൂടെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ സൈസൊക്കെ നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ എന്ത് ചെയ്യണം, ഒട്ടിച്ചെടുക്കണം. ഈ ജേർണലിംഗ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തീമും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് അഗെയിൻ ഒരു ടാഗ് തന്നെയാണ്. ഒരു വൈറ്റും ബ്ലാക്കും വരുന്ന നല്ല ഭംഗിയുള്ളൊരു ടാഗായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഈ ഫ്രണ്ട് പോർഷൻ മാത്രം നമുക്ക് മതി. സോ ആ പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് എടുത്തേക്കാം. ഇനി ജേർണൽ ചെയ്യുമ്പം യൂസ് ചെയ്യാമല്ലോ. സോ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഈ മുകളിൽ ഒരു പോർഷനിലായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് സാറേ നമ്മുടെ മെയിൻ. ഇത് നമ്മുടെ കോസി ഗേളിൻ്റെ ലോഗോ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു സ്റ്റിക്കർ. ഒരു വട്ടം പറഞ്ഞാണ് എന്നാലും. പിന്നെ ഈ ഒരു കോഫി സ്റ്റിക്കർ ഈ ഒരു സൈഡിലായിട്ടും ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഉണ്ടാക്കിയതിൽ ബാക്കി വന്നത് ഇതാണ്. പക്ഷേ ഇത് നമ്മുടെ കളറിലോട്ട് മാച്ച് ആകത്തോണ്ട് ഞാൻ മെല്ലെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്റ്റിക്കർ പ്രിൻ്റ് എടുത്തു എന്ന് പറഞ്ഞില്ല, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഈ ഒരു കോഡ് സ്റ്റിക്കർ. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 എണ്ണം ഞാൻ നോക്കിയിട്ട് ഒന്ന് ഇതുപോലെ ആ ടാഗിൻ്റെ അവിടെയും ഒന്ന് ഈ മുകളിലായിട്ടും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെടുത്ത് കുറച്ച് കോഡ്സ് ഉണ്ടായിരുന്നു. അത് കുഞ്ഞു കോഡ്സാണ് കേട്ടോ. സൈസ് നന്നേ കുറവായിരുന്നു. അപ്പം അതിൽ 2 എണ്ണം വെട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ ഒട്ടിച്ചല്ലോ ഒരു ബ്രൗൺ കളർ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കോട്ട്, അതിലൊന്നും കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ നല്ല ചെടികളും പൂക്കളൊക്കെ കണ്ടാൽ ഉണക്കാൻ വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ഇത് ഊട്ടി പോയപ്പം കളക്ട് ചെയ്ത സംഭവമായിരുന്നു തോന്നുന്നു. അപ്പോൾ അത് ഡ്രൈ ആയിട്ടുണ്ട്. അതിൽ നിന്ന് 2 പീസ് എടുത്തിട്ട് താഴത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്നെങ്കിലും ഒട്ടിക്കുമ്പം വാഷി ടേപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിക്കാം. ഈ ഒരു തീമിലോട്ട് മാച്ച് ആയിട്ടുള്ള വാഷി ടേപ്പ് എൻ്റെ കയ്യിലാത്തതുകൊണ്ട് ഞാൻ ആ സ്റ്റിക്കറിൻ്റെ ഉള്ളിലോട്ടും ടാഗിൻ്റെ ഉള്ളിലോട്ടും ആക്കിയിട്ട് അത് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പശയും കൂടെ ആക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ 2 പേജും ഫില്ലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജേർണലിൻ്റെ ഫൈനൽ ലുക്ക്. എന്താണ് ജേർണലിംഗ്, എന്തിനാണ് ഈ ജേർണലിംഗ് ചെയ്യുന്നതെന്നൊക്കെ ചിലരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. എനിക്ക് ഈ കാര്യത്തിൽ കൂടുതൽ അറിവൊന്നുമില്ല, മീൻസ് ഞാൻ റിസർച്ച് ചെയ്തിട്ട് പറയുമൊന്നുമല്ല. പക്ഷേ ഫോർ മീ എനിക്ക് നല്ല റിലാക്സിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ജേർണലിംഗ്. പിന്നെ ഈ ജേർണലിംഗ് ചെയ്യാൻ പ്രത്യേകിച്ച് റൂളോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇതിനോടുള്ള ഒരു ഇഷ്ടം എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.